ഹായ് ഗൈസ്, എൻ്റെ പേര് ജീവൻ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെമ്മീനും മുരിങ്ങക്കോലും വെച്ചിട്ടുള്ള ഒരു തീയലാണ്. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായി ആദ്യം വേണ്ടത് 2 കപ്പ് ചിരകിയ തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും വേപ്പിലയും കുറച്ച് ഉലുവയുമാണ്. പിന്നെ നമുക്ക് തീയലിനായി വേണ്ടത് ഒരു 20-25 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഒരു 300 ഗ്രാം ഉണ്ടാവും. അതോടൊപ്പം കുടംപുളി, വേപ്പില, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, പിന്നെ കുറച്ച് മുരിങ്ങയ്ക്ക നന്നായി കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ഫ്രൈങ് പാനിലേക്ക് ഇടുക. അതോടൊപ്പം തന്നെ ചെറിയുള്ളിയും വേപ്പിലയും ഉലുവയും ഒക്കെ ചേർത്ത് നല്ല ബ്രൗൺ നിറമാകുന്ന വരെ വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളർ കിട്ടണമെങ്കിൽ കറിക്ക് നല്ല ഒരു ഡാർക്ക് കളർ കിട്ടും. ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്കൊരു കറിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. അതോടൊപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 20-25 ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് അതിലേക്കിട്ട് വേപ്പിലയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒത്തിരി ബ്രൗൺ നിറമാകേണ്ട കാര്യമില്ല, ഒന്ന് വാടി വന്നാൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും ആ മുരിങ്ങക്കോലും കൂടെ ഇടുക. അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. ആ ഒരു മുരിങ്ങക്കോലൊന്ന് മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ മതിയാകും. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. മുരിങ്ങക്കോൽ ഇട്ടതിന് ശേഷം നമ്മൾ ഈ പാത്രം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കണം. കാരണം എന്താ കഴിഞ്ഞാൽ ചെമ്മീന് വേവ് വളരെ കുറവാണ്, മുരിങ്ങക്കോൽ എന്ന സെപ്പറേറ്റ് വേവ് കൂടുതലുമാണ്. അത് കാരണം മുരിങ്ങക്കോൽ നമ്മളത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ചേർക്കുക. നമുക്ക് കുറച്ച് കൂടുതൽ ചാറ് കിട്ടാൻ വേണ്ടി ആ മിക്സി ഒന്ന് കഴുകി ആ ഒരു വെള്ളവും കൂടെ അതിലോട്ട് ചേർത്തത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ആ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുടംപുളിയും പിന്നെ ആ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനും ഇതിലോട്ട് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് നമ്മളിത് വേവിക്കുക. ഒരു 8 മിനിറ്റോളം നന്നായിട്ടത് വേവിക്കേണ്ടി വരും. 8 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് എടുക്കാം. അപ്പോഴത്തേക്ക് ചാറൊക്കെ പറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. നല്ല സ്വാദിഷ്ടമായ കൊഞ്ച് മുരിങ്ങക്ക തീയൽ നമുക്ക് റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി